കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചിട്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രാഹുലിന്റെ തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞു പോയി. സോണിയും ആൽബിയും തമ്മിലുള്ള വിവാഹം മുടക്കാനുള്ള. അപ്പൊ അതിനുശേഷം രാഹുൽ അടുത്ത തന്ത്രവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ചാരുമോളെ വെച്ചിട്ട് കളി കളിക്കാൻ തന്നെ രാഹുൽ തീരുമാനിച്ചു. രാഹുൽ ചാരുമോളെ ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ട് പോകാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മൾ അവസാനം കണ്ടു. അങ്ങനെ രാഹുല് പൊട്ടി പാളീസായി പോവാണ്. കാറ് ബോംബ് വെച്ച് അങ്ങനെ ആൽബീനെയും അച്ചായനെ എല്ലാവരും ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത്ഭുതകരമായി അവരവിടുന്ന് രക്ഷപ്പെടുവാണ്. നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് ചെല്ലുവാണ്. ഇതെല്ലാം കണ്ട ഗുണ്ട എന്ത് ചെയ്യുവാണ്, ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. സാറേ, നമ്മുടെ പദ്ധതികളൊക്കെ പൊളിഞ്ഞത്. പിന്നീട് രാഹുൽ ഒരു കാരണവശാലും അവർ തമ്മിലുള്ള വിവാഹം നടക്കരുതിനി. അതിനു വേണ്ടിയിട്ട് എന്ത് നീ ചെയ്തോ, എന്ത് കുതന്ത്രം പ്രയോഗിച്ചോ, നിന്റെ ഒപ്പം ഞാൻ ഉണ്ടാവുമെന്ന് പറയാണ്. പിന്നീട് അയാൾക്ക് ഒരേ ഒരു മാർഗം ഉണ്ടായിരുന്നു മുമ്പില്. ചാരുമോളെ തട്ടിക്കൊണ്ട് പോകണം. ചാരുമോളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ വിവാഹം മുടങ്ങും. വിവാഹം മുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന ഗ്യാപ്പില് ആൽബീനെ ഇല്ലാതാക്കാം. അങ്ങനെ ഒരു ചിന്തയായിരുന്നു അയാളുടെ ഉള്ളിലുണ്ട്. അതിനു വേണ്ടിയിട്ട് അയാള് നേരെ ചാരുവിന്റെ ആൽബി അവരുടെ എല്ലാവരുടെ അടുത്തേക്ക് അങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ ഗുണ്ടയാണെന്നുള്ള കാര്യം അവർക്കാർക്കും അറിയത്തില്ലല്ലോ. രജിസ്റ്റർ ഓഫീസും കൂടെ അല്ലേ. ഈ സമയത്താണെങ്കിൽ രജിസ്റ്റർ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കിരണും ചന്ദ്രസേനും ഒക്കെ. അപ്പൊ സോണി ആൽബി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ചാരുമോളാണെങ്കിലോ കല്യാണിന്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാൾ അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ അയാളെ ആ സമയത്ത് ആരും പ്രതീക്ഷയില്ല. കല്യാണത്തിന് തിരക്കായതുകൊണ്ട് ആരും മൈൻഡ് ചെയ്തില്ല. രൂപയുടെ ഉള്ളിലാണെങ്കിൽ അപ്പോഴും ഒരു ചങ്കെടുപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം ആൽബീനെയൊക്കെ കാണാതെ വന്ന സമയത്ത് തന്നെ ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇനിയിപ്പം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കുമോ ദുഷ്ടൻ. അയാൾ എന്തിനും മടിക്കാത്തവനാണ് രാഹുല്. അപ്പൊ ഈ കല്യാണം നടക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആൽബീനെ ഇല്ലാതാക്കാൻ വരെ ശ്രമങ്ങൾ നടത്തും. ഇതിനു മുമ്പ് അങ്ങനെ നടത്തിയിട്ടുള്ളതാണല്ലോ. അപ്പൊ രൂപ കല്യാണ്ട് പറഞ്ഞു, എനിക്ക് ആകെപ്പെട്ടി പേടി ഉണ്ടായിരുന്നു മോളെ. ആൽബി വരാൻ താമസം കഴിഞ്ഞപ്പോഴത്തേനും അയാൾ അങ്ങനെ ഒരു ദുഷ്ടനാന്ന് പറയാം. കല്യാണം പറഞ്ഞു, ഇനി അമ്മ ഒന്നുകൂടും പേടിക്കണ്ട കേട്ടോ, ഇനി അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, ധൈര്യമായിട്ടിരിക്കുക. അപ്പൊ ആൽബി എത്തിയല്ലോ. ഇനിയിപ്പൊ ഇവരുടെ കല്യാണം നല്ല മംഗളകരമായിട്ട് നടക്കും. അത് അയാൾ കാണണം. അയാൾ മാത്രമല്ല, ആ വിക്രമം അത് കാണണമെന്ന് പറയാണ് ഇവരുടെ കല്യാണം. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നേ. ഇനിയിപ്പം അയാൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം. പക്ഷെ രൂപ പറഞ്ഞ് പറയാൻ പറ്റില്ല. കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് എന്തു തന്ത്രം പ്രയോഗിക്കാൻ മടിയില്ലാത്തവനാ അവനെന്ന് പറയാണ്. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വന്നിട്ട് പതുക്കെ ചാരുമോളെ അവിടുന്ന് തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, കടത്തിക്കൊണ്ട് പോവാണ്. പക്ഷെ അത് എങ്ങനെയാണെന്നും കാണിക്കുന്നില്ല. അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം എങ്ങനെ തട്ടിക്കൊണ്ട് പോയെന്ന്. അയാൾ കടത്തിക്കൊണ്ട് വണ്ടിയെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പിന്നീട് കാണിച്ചിരിക്കുന്നത്. കുഞ്ഞു വലുതായി കിടന്ന് കാറുന്നുണ്ട്. ആ കരയുന്ന സമയത്ത് രാഹുലിനെ അയാൾ വിളിക്കുകയാണ്. രാഹുലിനെ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ടുണ്ട്. അതെ, അവരുടെ കുഞ്ഞിനെ തട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുള്ളൂ. കല്യാണം മുടങ്ങൂന്ന് പറയാം. കല്യാണം മുടങ്ങിയാൽ മാത്രം പോരാ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല, ആൽബി അവനെ അങ്ങ് തട്ടിക്കളഞ്ഞേരെ. അവൻ ഒരു കാരണവശാലും ഇനി ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് പറയാണ്. അതൊക്കെ സാർ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? കല്യാണം മുടങ്ങിയാലെ ചങ്കത്തടി നിലവിളിയായിരിക്കും ഇപ്പൊ അവിടെ. കല്യാണം മുടങ്ങിയാലല്ല കുഞ്ഞിനെ കാണാതെ അതിന്റെ വിഷമത്തിലുള്ള. സാറ് ധൈര്യമായിട്ടിരിക്കുക. ഈ ഗ്യാപ്പിൽ തന്നെ നമ്മൾ അതും കൂടെ ചെയ്തിരിക്കുമെന്ന് പറയാണ്. രാഹുലിന് അപ്പോഴാണ് ശരിക്കും സന്തോഷം വന്നത്. ഇത്ര സമയം സങ്കടമായിരുന്നു. സങ്കടപ്പെട്ടിരിക്കുന്ന രാഹുല് വീണ്ടും അട്ടഹസിക്കാൻ തുടങ്ങി അവിടെ ഇരുന്നിട്ട്. ഇത് കണ്ടുകൊണ്ട് ശാരീരിക സരയും അങ്ങോട്ട് വരുന്നുണ്ട്. മുമ്പത്തെ പോലെ തന്നെ അവർക്ക് വീണ്ടും തോന്നി. ഇങ്ങർക്ക് വീണ്ടും ഇളകാൻ തുടങ്ങി. കുറച്ച് സമയത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അവര് ഗ്യാപ്പിട്ട ഇപ്പം രാഹുലിനെ ഇളകിക്കൊണ്ടിരിക്കുന്നതെന്ന് ശാരിയോട് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. മുമ്പേ സങ്കടപ്പെട്ടിരിക്കുന്ന അച്ഛനാണ്ടെ ഇപ്പൊ സന്തോഷം കൊണ്ട് കണ്ട് തുള്ളിച്ചാടുന്ന കണ്ടില്ലെന്ന് പറയാണ്. അങ്ങനെ രാഹുലിന്റെ അടുത്തേക്ക് വന്നപ്പോൾ രാഹുൽ പറഞ്ഞു, എന്റെ അടുത്ത് അവന്റെയൊക്കെ കളി. ഈ രാഹുലിനോട് കളിച്ചിട്ടുണ്ട്. കളി എന്താന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പോ അവനും അവൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് പറയാം. നിങ്ങളെന്താ രാഹുലിന്റെ ഈ പിച്ചും പേയും പറയുന്നേ? മുമ്പേ പറയുന്നത് കേട്ടു എല്ലാം കത്തി ചാമ്പലായെന്ന്. ഇപ്പോഴാണ്ട് പറയുന്നു ഏതാണ്ട് തട്ടിക്കൊണ്ടുപോയെന്നോ എന്തൊക്കെ. ആരെ തട്ടിക്കൊണ്ടുപോയ കാര്യം പറയുന്നേ എന്താന്നൊക്കെ ചോദിക്കണം. അതൊന്നും നീ കൂടുതൽ അറിയണ്ട. അതൊക്കെ അറിയേണ്ട സമയത്ത് അറിഞ്ഞാൽ മതി. അല്ല ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് ഭ്രാന്ത് കൊണ്ട് പറയുന്നതെന്നല്ലേ നീയൊക്കെ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് കൂടുതലൊന്നും അറിയണ്ട. ഈ രാഹുൽ ആരാന്ന് നീയൊക്കെ അറിയാൻ പോകുന്നുള്ളെന്ന് പറയാം. സരി പറഞ്ഞു, ഇതിൽ കൂടെ നീ എന്തറിയാൻ അച്ഛനെക്കുറിച്ച് അറിഞ്ഞാൽ മതി. ഇനിയിപ്പം ഞങ്ങൾ അറിഞ്ഞു. ഇനിയിപ്പം നാട്ടുകാരെയും കൂടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അച്ഛൻ അറിയിക്കും അച്ഛന് ഭ്രാന്താന്നുള്ള കാര്യം. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നത് നല്ലതെന്ന് പറയണം. ശാരിയോട് പറഞ്ഞു, അമ്മ വാ, അമ്മ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. അച്ഛനോട് ഒന്നും രണ്ടും പറഞ്ഞ് വെറുതെ എന്തിനാ ഇനിയിപ്പം പ്രഷർ കൂട്ടുന്നേ, അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശാരീരം വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ അകത്ത് പൂർത്തിയായി. രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ അകത്തേക്ക് വിളിക്കുന്ന സമയത്താണ് സോണി
ചാരിമോളെ നോക്കുന്നേ. ചാരിമോളെ നോക്കിയപ്പോഴത്തേനും കുഞ്ഞിനെ കാണുന്നില്ല. പെട്ടെന്നല്ലേ ആ സോണി ഓർത്ത എന്താ അവിടെ കല്യാണിന്റെ അടുത്തുണ്ടായിരിക്കും. അപ്പൊ കല്യാണി വെച്ച് കുഞ്ഞിന്റെ അപ്പോഴാണ് പിന്നെ കുഞ്ഞിനെ കുറിച്ച് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് ആരുടെയും കൈമാറി കുഞ്ഞ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുഞ്ഞിനെ ഇങ്ങനെ രാഹുലിനും ഗുണ്ട വന്ന് തട്ടിക്കൊണ്ടു പോകുന്ന ആരും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. ഇതിനു വേണ്ടിയിട്ട് കുഞ്ഞിനെ കരുവാക്കുന്ന കല്യാണം മുടക്കാൻ വേണ്ടി ഇത്ര നീചകൃത്യം ചെയ്യുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ലോ. അങ്ങനെ നോക്കിക്കുമ്പോഴാണ് കുഞ്ഞിനെ കണ്ടില്ലെന്ന് അറിയുന്നത് ചാരുമോളെ. പിന്നെ എല്ലായിടത്തും അന്വേഷണമായി. അവിടെ എല്ലാം അന്വേഷിച്ചിട്ട് കുഞ്ഞിനെ കണ്ടില്ല. പിന്നീട് മനസ്സിലായി കുഞ്ഞിനെ ആരോ കടത്തിക്കൊണ്ട് പോയതാന്ന്. കുഞ്ഞിനെ കടത്തിക്കൊണ്ട് അത് പോയെന്നറിഞ്ഞ ഇതിന് സോണി പൊട്ടിക്കരയാനായിട്ട് തുടങ്ങിയവിടെയെന്ന് സോണിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് രൂപ പറഞ്ഞു, ഇതൊരു പക്ഷെ അയാളുടെ തന്ത്രമായിരിക്കോ, കല്യാണം മുടക്കാൻ വേണ്ടി ചെയ്തായിരിക്കുമോ എന്ന് പറയുന്നുണ്ട്. കിരണും സേനും എല്ലാം നാലാ വഴി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഒരിടത്തൊന്നും കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു വിവരവും കിട്ടിയില്ല. അവസാനം അവർ തന്നെ പോകാനായിട്ട് തീരുമാനിച്ചു. രജിസ്റ്റർ അതിനേക്കാളും മുഖ്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ ജീവനാ. കുഞ്ഞിനെ ആരാ തട്ടിക്കൊണ്ട് എന്തിനാ തട്ടിക്കൊണ്ട് പോയെന്ന് പോലും അറിയത്തില്ല. രാഹുൽ ആണോ അതിനിപ്പോ വേറെ ആരെങ്കിലും ആണോ ചെയ്തതെന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇത്ര ആൾക്കാരുടെ നടുവിന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ എന്തേലും ഒരു ഇതില്ലാതെ തട്ടിക്കൊണ്ട് പോയില്ല. പിന്നീട് അവിടുത്തെ രജിസ്റ്റർ ഓഫീസിലെ CCTV ദൃശ്യങ്ങളൊക്കെ അവർ പരിശോധിക്കും കാണുന്നുണ്ട്. ഒരുത്തൻ വന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന രംഗങ്ങളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി ഇതാരോ മനഃപൂർവ്വം ചെയ്തിരിക്കുന്നതാണ്. കുഞ്ഞിനെ മനഃപൂർവ്വം കടത്തിക്കൊണ്ട് പോയത് ഒരുപക്ഷെ കല്യാണം മുടക്കാനായിട്ട് ആരോ തന്ത്രപൂർവ്വം ചെയ്ത കാര്യങ്ങളാണെന്ന് മനസ്സിലാവുകയാണ്. അപ്പൊ സോണി അയാളെ തിരിച്ചറിഞ്ഞു. ഇതിനു മുമ്പ് ആ കുത്തുന്ന സമയത്ത് അവർ കണ്ടതാണ്. ആ കുത്തിയിട്ട് ഓടുന്ന അയാളിൽപ്പെട്ട ആ ഒരാൾ തന്നെയാണ് ഇതെന്നുള്ള സത്യം സോണി തിരിച്ചറിഞ്ഞു. സോണി പറഞ്ഞിരുന്ന അന്ന് അർജുനെ കുത്തിയത് ഇയാളാന്ന് പറയാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരണും കല്യാണി എല്ലാവരും ആ സത്യം മനസ്സിലാക്കുന്നത്. ഇത് ശരിക്കും ആൽബിയുടെ സോണിയുടെ വിവാഹം മുടക്കാനായിട്ട് തന്നെ തീരുമാനിച്ചുറപ്പിച്ച് രാഹുൽ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ ചെയ്തേക്കുന്ന പണിയാണ്. ഇനിയിപ്പോൾ ഇവിടെ കുഞ്ഞിനെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം. എന്നിട്ട് കാര്യമുള്ളെന്ന് വിചാരിക്കുക. പിന്നീട് പോലീസ് കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ സമയം കുഞ്ഞിനെ കൊണ്ട് അവന്മാര് മുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സോണി കരഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ കല്യാണത്തിന്റെ കാര്യത്തെക്കുറിച്ച് അതിനേക്കാളും കൂടുതൽ എല്ലാവരുടെയും ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നായിരുന്നു. സോണിയാണ് വാവിട്ട് നിലവിളിച്ചോണ്ടിരിക്കുക. ആലപിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുമായിരുന്നു. മുഹൂർത്തം കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ ഉള്ളൂ. അതിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. രജിസ്റ്ററിംഗ് മാരേജ് ആണെങ്കിലും മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് അവര് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ കുഞ്ഞിനെ കണ്ടുപിടിക്കുവോ, മുഹൂർത്തത്തിന് മുമ്പ് തന്നെ കുഞ്ഞിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുവോ, അതോ ഇനി വിവാഹം മുടങ്ങുമോ എന്ന് അറിയാൻ പറ്റില്ല. എന്തൊക്കെ രാഹുൽ തന്ത്രങ്ങൾ മെനഞ്ഞാലും അവസാനം അത് രാഹുലിന് തന്നെ പാരയായിട്ട് വരുവുള്ളൂ. അവസാനം രാഹുൽ ആടെ പടലം തകർന്നു പോകും. അതിന്റെ കാഴ്ചകളൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ആ കാഴ്ചകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.